ഇനി നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അപ്പോൾ നമ്മൾ പതിവ് പോലെ ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ളത് ചെയ്യുക. അവിടെ പേനകളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നമുക്കൊരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തു. അവിടെ 13-ാം നമ്പർ ടോപ്പിക്കിലാണ് ഞാൻ ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനെ ആഡ് ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്നുള്ളത് കൊടുക്കുക. നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് എന്നുള്ളതിൽ എന്താ ചെയ്യേണ്ടത് അറിയാമല്ലോ, ക്വിസ്. ആഡ് ക്വിസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യൂ എന്നുള്ളതാണ്. അപ്പോൾ ക്വിസ് എന്നുള്ളത് ഇടുക. ക്വിസ് 1 എന്ന് നമുക്ക് ഒരു തൽക്കാലത്തേക്ക് ഇടുക. അതിൽ നമുക്ക് ക്വിസ് അല്ല, നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. മാച്ച് ദ ഫോളോയിങ്, മാച്ച് ദി ഫോളോയിങ്. മാച്ച് ദി ഫോളോയിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് മാച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒക്കെ നമുക്ക് എഴുതി കൊടുക്കാം, അതിന് കുഴപ്പമില്ല. ഇത് നമ്മളവിടെ ചേർത്തു. അതിനുശേഷം ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. ഇതോടുകൂടി നമ്മളുടെ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് അല്ലെങ്കിൽ സേവ് ആൻഡ് ഡിസ്പ്ലേ ഏത് വേണമെങ്കിൽ ചെയ്യാം. സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലിവിടെ ഈ ക്വിസ് വന്നു കഴിഞ്ഞു. മാച്ച് ദി ഫോളോയിങ് വന്നു കഴിഞ്ഞു. ഇതിനെയാണ് നമുക്ക് ഇനി എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പറയുക എഡിറ്റ് എന്ന് പറയും. അപ്പോൾ മാച്ച് ദി ഫോളോയിങ് നോക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പറയും എഡിറ്റ് ക്വിസ് എന്ന് കാണും. നമുക്ക് ഇവിടെ മാക്സിമം ഗ്രേഡ് 10 ആണെന്നുള്ളത് നമുക്ക് സേവ് ചെയ്യാം. എഡിറ്റ് മൾട്ടിപ്പിൾ ഐറ്റംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് കൊടുക്കുക. ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ എന്താണ് മാച്ചിങ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ M1 എന്ന് കൊടുക്കുക. അപ്പോൾ മാച്ചാണ്, മാച്ച് ദി ഫോളോയിങ് എക്സെട്ര അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ ഡിഫോൾട്ട് ഫോർ മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജനറൽ ഫീഡ്ബാക്ക് നമുക്ക് ഇപ്പം ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നമ്മളുടെ മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ് ആ ക്വസ്റ്റ്യൻ ആണ്, ഈ എന്നുള്ളതാണെന്ന് വിചാരിച്ചോളൂ. അതിനുശേഷം അപ്പോൾ നമ്മൾ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എന്നുള്ളത് ഉത്തരം എഴുതി. ഇതാണ് ഇനി അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളവിടെ മാച്ച് ചെയ്യാൻ കൊടുത്തിരുന്നത്. അതിൻ്റെ മാച്ച് ചെയ്യുന്നത് കറക്റ്റ് ആൻസർ ഇതാണ് എന്ന് നമ്മൾ പറയുന്നു. ഇതാണ് നമ്മുടെ 3-ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉത്തരം ഇതാണ് എന്നും പറയുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ 3 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ എഴുതി. പക്ഷെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആകുമ്പോൾ 2 ഓപ്ഷൻസും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലാങ്ക്സ് എന്നുള്ളതിൽ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു അഡീഷണൽ നമുക്ക് 3 എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് ഇടാം. അപ്പോൾ അവിടെ നമ്മൾ ഇടുകയാണ്. വേറെ കുറച്ച് ഓപ്ഷൻ കൂടി നമ്മൾ ഇട്ടു. UVV ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒന്നുകൂടി സേവ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം മാച്ച് ദ ഫോളോയിങ് എന്നുള്ളതിൽ നോക്കുക. അപ്പോൾ നമ്മളുടെ ക്വിസ് ഇവിടെ റെഡി ആയി കിടക്കുന്നുണ്ട്. പ്രിവ്യൂ ക്വിസ് എന്ന് പറയുന്നുണ്ട്. നോക്കുക, ഇവിടെ ഇതാണ് നമ്മളുടെ ക്വിസ്. ചൂസ് RRR എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ഇടാം. ഇതാണ് നമ്മളുടെ കറക്റ്റ് ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞത്. കാരണം ഇതിൻ്റെ തന്നെ വേറൊരു ഫോണ്ട് മാറ്റിയിട്ടു, അത്രയും കേസ് മാറ്റിയിട്ടു. J എന്നുള്ളതിന് ഇവിടെ ക്യാപിറ്റൽ J കൊടുത്തു. E എന്നുള്ളതിന് ക്യാപിറ്റൽ Eക്ക് സ്മോൾ E കൊടുത്തു. അതിനുശേഷം ഫിനിഷ് അറ്റംപ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റുഡൻറ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് അവിടെ വന്നിരിക്കുന്നു. എല്ലാം കറക്റ്റാണ്. സ്റ്റാർട്ട് ന്യൂ നമുക്ക് വേണമെങ്കിൽ വേറെ തരത്തിൽ നമുക്ക് തെറ്റിച്ച് ചെയ്യാം. E എന്നുള്ളതിന് പകരം നമ്മൾ വേറൊരു U എന്നിട്ട് കൊടുത്തു. J എന്നുള്ളതിന് പകരം J എന്ന് തന്നെ കൊടുത്തു. R എന്നുള്ളതിന് പകരം നമ്മൾ പക്ഷെ കൊടുത്തത് U എന്നുള്ളതാണ്. നമ്മൾ തെറ്റിച്ചാണ് കൊടുത്തത്. ഫിനിഷ് അറ്റംപ്റ്റ് കൊടുക്കുക.
സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്. യെസ്, സബ്മിറ്റ് ചെയ്തു, കുട്ടി ഫിനിഷ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ശരിയാണ്. മനസ്സിലായില്ല, കറക്റ്റ് ഉത്തരം ഇവിടെ വന്നു. ഇങ്ങനെയാണ് നമുക്ക് ഇതിലൊരു മാച്ച് ദ ഫോളോയിങ് സെറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഓരോ തരം എക്സാമിനേഷനും ക്വിസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിൽ ഒരു പേജിൽ എത്ര ക്വസ്റ്റ്യൻ വരണം, ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് എപ്പോൾ വരണം. ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞാൽ ഉടനെ അതിൽ മാർക്ക് വീണിട്ട് കറക്റ്റ് ഉത്തരം വരുന്ന രീതിയിൽ കാണാം. അതൊക്കെ ഓരോരുത്തരും എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കും.